നിങ്ങളെ കുറെ കാലത്തെ പ്രിപ്പറേഷന് ശേഷം PSC പ്രിപ്പറേഷന് ശേഷം ഒരു ബ്രേക്ക് ഒക്കെ കൊടുത്തിട്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ പല കാരണങ്ങളാകാം. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മേ ബി നിങ്ങളുടെ കല്യാണം കഴിയാം, അല്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടാം, ഒരു പ്രൈവറ്റ് സെക്ടറിൽ ജോലി കിട്ടാം, അല്ലെങ്കിൽ ഡെലിവറി ആകാം, കുഞ്ഞുങ്ങളാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു ബ്രേക്ക് ഒക്കെ കൊടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. കാര്യം ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആ ബ്രേക്ക് കൊടുത്തവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ബ്രേക്ക് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും നല്ല സമയം ഇതാണ്. കാര്യം ഇനി അങ്ങോട്ട് മൂന്ന് പ്രധാനപ്പെട്ട എക്സാംസ് വരുന്നുണ്ട്. ഒന്നാമത്തേത് LP UP, രണ്ടാമത്തേത് LDC, മൂന്നാമത്തേത് LGS ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം LD ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇതാണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം വേക്കൻസി വരാൻ പോകുന്ന എക്സാം ഏതാണ്? LD ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എഫേർട്ട് കൊടുത്താൽ നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ LSCS ഞാനൊരു ഗ്യാരണ്ടി പറയുന്നില്ല, കാരണം 200 മുതൽ 250 വേക്കൻസിയാണ് അതിനകത്ത് ആകെയുള്ളത്. ചിലപ്പോൾ നമുക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ LDC അങ്ങനെയല്ല. 14 ജില്ലകളിലായിട്ട് 10,000+ വേക്കൻസിയാണ് അതിനകത്ത് ഫില്ലാവുന്നത്. സോ എഫേർട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഈ എക്സാം അങ്ങനെ കയ്യിൽ നിന്ന് പോയാൽ അടുത്ത LDCയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് 2026 അവസാനം, 2027 പരീക്ഷ നടക്കും, 2028 റാങ്ക് ലിസ്റ്റ് വരും, 2028 ഓഗസ്റ്റ് 1 റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ഇപ്പോഴൊന്ന് ഒരു എഫേർട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അടുത്ത LDC ആയിട്ടായിരിക്കും ജോലിക്ക് കയറി പോകുന്നത്. അടുത്ത LDC റാങ്ക് ലിസ്റ്റ് എപ്പോഴേ വരത്തുള്ളൂ, 2028 വരത്തുള്ളൂ. ചിലപ്പോൾ ജോലിയൊക്കെ കിട്ടുമ്പോൾ 2029 ആകും. വർഷം ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ, 2024 ആയിട്ടുള്ളൂ. അതായത് നിങ്ങളൊന്ന് ഇപ്പൊ ഒന്ന് സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന എത്ര വർഷങ്ങളാണ്? 5 വർഷങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. സോ ഇതാണ് ഏറ്റവും നല്ല സമയം. LDCക്ക് ഇനി അങ്ങോട്ട് എത്ര ദിവസമുണ്ട്? 120 ദിവസമുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 120-125 ദിവസം നമുക്ക് മുമ്പിലുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു സമയത്ത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരുന്ന ആൾക്കാരാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ മറന്നാലും നിങ്ങൾക്ക് അതിന്റെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കാൻ പറ്റും. കാര്യം ഒരു സമയത്ത് നിങ്ങൾ ഇതിന്റെ പുറകെ ഇരുന്ന് നന്നായിട്ട് എഫേർട്ട് കൊടുത്ത ആൾക്കാരാണ്. കോർ ടോപ്പിക്കുകൾ മൊത്തം നിങ്ങൾ അന്ന് പഠിച്ചു തീർത്ത ആൾക്കാരാണ്. ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ജോഗ്രഫിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നദികൾ, അതേപോലെ ഹിമാലയം, അതേനൊക്കെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫിസിക്സ്, ബയോളജി, അങ്ങനെയൊക്കെ കോർ ടോപ്പിക്കുകൾ മൊത്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരിക്കൽ വായിച്ചിട്ടുണ്ട്. സോ വീണ്ടും ഒന്ന് പൊടിതട്ടി എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് തീർക്കാൻ പറ്റും. ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം? അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, അങ്ങ് പ്രാക്ടീസ് ചെയ്തു. എല്ലാ ദിവസവും രാവിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. എവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും? തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, ഇതൊക്കെ ഒന്ന് വരുത്തിയാൽ മതി. അതിനകത്ത് ഒന്നിൽ തന്നെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അങ്ങനെ 2 ചേർന്ന് 4 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ഒരുപാട് സോഴ്സുകളിലൂടെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ ബാക്കിയെല്ലാം കിട്ടും. ഒത്തിരി ടെലഗ്രാം ചാനലും ബാക്കിയെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുതിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ആരംഭിക്കുന്ന ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 1 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാം, ആ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അത് വീണ്ടും എന്ത് ചെയ്യാം, ഒന്ന് പൊടി തട്ടി ഒന്ന് വായിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതൊക്കെ ഒന്ന് വായിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ദിവസം ഒരു ടോപ്പിക്കെങ്കിലും വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾ തീർക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഗ്രാമറിനകത്ത് ഒരു 10 ടോപ്പിക്കേ ഉള്ളൂ. 10 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം. മലയാളം ഇപ്പോൾ എക്സാമിനകത്ത് ഗ്രാമർ ഒന്നും വലുതായിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതും ചെറിയ ദിവസങ്ങളിൽ നമുക്ക് തീർക്കാൻ പറ്റും. മാത്സ് ആണെങ്കിലോ, മാത്സ് നമുക്കൊരു 10-20 ദിവസം ഉണ്ടെങ്കിൽ മാത്സ് നമുക്ക് ആ 20 ടോപ്പിക്കുകളുടെ ബേസ് സാധനങ്ങൾ മൊത്തം നമുക്ക് പഠിക്കാം. ഇപ്പൊ മൊത്തം പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. ബേസ് സാധനങ്ങൾ മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചങ്ങ് തീർക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ LDCയുടെ എപ്പോഴും ആവർത്തിക്കുന്ന 50 ടോപ്പിക്കുകൾ എന്നൊരു സാധനം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതിന്റെ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇട്ടേക്കാം. അപ്പൊ ആ 50 ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചാൽ ഈ GK പാർട്ടിൽ നിന്ന് വരുന്ന ഒരു 70% മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. 50 ടോപ്പിക്ക് പഠിക്കാൻ എന്ത് മതി, 50 ദിവസം മാത്രം മതി. 50 ദിവസം കൊണ്ട്, 50 ദിവസം പോലും വേണ്ട, ഒരു 35-40 ദിവസം കൊണ്ട് ആ 50 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. എന്താ ഈ 50 ടോപ്പിക്കുള്ള പ്രത്യേകത? 2020 മുതൽ 2023 വരെ നടന്ന പരീക്ഷകളുടെ ഏറ്റവും അധികം തവണ ആവർത്തിച്ച ടോപ്പിക്കുകൾ അതാണ്. അതിൽ നിന്ന് മാത്രമേ എന്ത് വരത്തുള്ളൂ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ, ഉറപ്പിക്കാം. അപ്പോൾ ഒരു GK പാർട്ടിന്റെ ഒരു 70% നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും? ഏതാണ്ട് ഒരു 40-45 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു 40 ദിവസമൊക്കെ എത്തുമ്പോൾ ഈ ക്വസ്റ്റ്യൻ
പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ റേഞ്ച് മാറുന്നത് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ആദ്യം 1 മാർക്ക് 2 മാർക്കിൽ നിന്ന് ഒരു 40 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 60 മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഞാൻ ഈ പറയുന്ന ഒരു കള്ളമോ ബാക്കി ഒന്നുമല്ല. നിങ്ങൾ 40 ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ നോക്കിയിട്ട് നിങ്ങൾ നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചെയ്യും. അത്രയും കോൺഫിഡൻസിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ്. കാര്യം എപ്പോഴും ആവർത്തിക്കുന്ന ടോപ്പിക്ക് അതിൽ നിന്ന് മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം അതിന്റെ പോർഷൻസ് മൊത്തം നിങ്ങൾക്ക് അറിയാം. സോ 40 ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ അത്രയും മാർക്ക്, അല്ലെങ്കിൽ ഒരു 50 ദിവസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ അത്രയും മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ എന്താ പറയാ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കാര്യം അവരെല്ലാം പഠിച്ചു തുടങ്ങി വരുമ്പോൾ സമയം എടുക്കും. ആ സമയം അവര് അത്ര എടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ കണ്ടന്റ് അറിയാന്നുള്ള ആൾക്കാരാണ്, ഒരു സമയത്ത് പഠിച്ച ആൾക്കാരാണ്, എങ്ങനെ പഠിക്കാമെന്ന് അറിയാന്നുള്ള ആൾക്കാരാണ്, ഏതൊരു സാഹചര്യത്തിൽ അതങ്ങ് ബ്രേക്കായി പോയ ആൾക്കാരാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ആ ബ്രേക്ക് ആയതിന്റെ വിഷമം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അതേപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. ശരിയല്ല? അപ്പൊ ഈ 60 അല്ലെങ്കിൽ ഒരു 50 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും ദിവസം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ബുക്കിനകത്ത് എഴുതിയിടുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടുത്ത് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് മേഖലയിൽ നിന്നാണ്, ഏത് ടോപ്പിക്കിൽ നിന്നാണ്. സോ ബാക്കിയുള്ള 70 ദിവസങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടോപ്പിക്കിൽ എന്ത് ചെയ്യുക, അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം അതിലെ ഒരു ടോപ്പിക് വെച്ച് പുതുതായിട്ട് ആഡ് ചെയ്ത് ഇരിക്കുക. ഒരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളൊരു പുതുതായിട്ടൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 2 ടോപ്പിക്കെങ്കിലും, മുമ്പ് പഠിച്ച 2 ടോപ്പിക്കിൽ എന്ത് ചെയ്യാം, ഒന്ന് റിപ്പീറ്റ് ചെയ്യാം, വീണ്ടും ഒന്ന് ആവർത്തിക്കാം. അല്ലെങ്കിൽ മുമ്പ് പഠിച്ച ഒരു 3 ടോപ്പിക്കിൽ എന്ത് ചെയ്യാം, വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഒരു പുതിയ ടോപ്പിക്ക്, 3 ടോപ്പിക്ക് റിവിഷൻ. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ആദ്യം ഒന്ന് ചെയ്തു നോക്കുക. ഈ 50 ദിവസം കൊണ്ട് ഈ മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാര്യം ഇപ്പോൾ നിങ്ങളൊന്ന് വിട്ടാല് പിന്നെ അടുത്ത് ഇത്രയും വേക്കൻസി ഉള്ള മറ്റൊരു എക്സാം ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ പിന്നെ അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇതാണ് ഏറ്റവും നല്ല സമയം. അല്ലെങ്കിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, 2027 26 ആ സമയത്തൊക്കെ അടുത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ചെറിയ വേക്കൻസിയിൽ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, പാടാണ്, റിസ്ക് ആണ്. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. സൂപ്പർ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ വിഷമം അതങ്ങ് മാറിക്കിട്ടും. അല്ലെ, ഞാൻ പറഞ്ഞു ശരിയല്ലേ? അതായത് നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾക്ക് ഇപ്പോഴുമുള്ള ഏറ്റവും വലിയ വിഷമം എന്താണ്, അന്ന് ഞാനൊന്ന് എഫേർട്ട് കൊടുത്തിരുന്നെങ്കിൽ, അന്ന് കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ, ബ്രേക്ക് കൊടുക്കാതിരുന്നെങ്കിൽ എന്റെ കൂട്ടുകാരെ പോലെ ഞാനും ഒന്ന് സർവീസിലുണ്ടായിരുന്നു. എന്റെ കയ്യിലും കിട്ടിയനെ മറ്റേ ബ്രൗൺ കളറിലെ IGS ലെറ്റർ. ആ ഒരു വിഷമം എല്ലാവർക്കും കാണും. സോ ഇതാണ് ഏറ്റവും നല്ല സമയം. അങ്ങ് ഒന്നും നോക്കണ്ട, ഒരു നെഗറ്റീവും ആലോചിക്കണ്ട, കിട്ടത്തില്ല, ഒന്നും നമ്മൾ ആലോചിക്കണ്ട. മാക്സിമം സമയം ഇതിന്റെ പുറകെ ഇരിക്കുക. എല്ലാ ദിവസവും എത്രത്തോളം മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ അത്രയും അതിന്റെ പുറകെ ഇരിക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കുക. നമുക്ക് ക്ലാസ്സിൽ കാണാം.